മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിനിടെ നിയമസഭയിൽ ബഹളം. ഫിഷറീസ് മന്ത്രിക്ക് മറുപടി പറയാൻ കഴിവുകേടുണ്ടെന്ന് വരുത്തുന്ന രീതിയിൽ ഇടപെട്ടു എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തിന് പിന്നാലെയാണ് സഭയിൽ ബഹളം ഉയർന്നത്. അടിയന്തര പ്രമേയത്തിൽ ഫിഷറീസ് മന്ത്രി മറുപടി പറയുന്നതിനിടെ വനം മന്ത്രി ഷിബു ബേബി ജോൺ സംസാരിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പിണറായി വിജയന്റെ പരാമർശം. പിണറായിയെ പോലൊരാൾ അങ്ങനെ പറയരുതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതേസമയം ഷിബു ബേബി ജോൺ ഇടക്ക് കയറിയതിനെ മുഖ്യമന്ത്രി വി.ടി. സതീശൻ ന്യായീകരിച്ചു. ഭരണപക്ഷം പ്രതിഷേധമുയർത്തിയതോടെ ആരെയും അപമാനിച്ചില്ലെന്നും ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ തോന്നുന്ന തരത്തിലെ ഇടപെടൽ ഉണ്ടാകരുതെന്നാണ് പറഞ്ഞതെന്നും പിണറായി വിശദീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് പന്നമാസ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന പരാതി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സജി ചെറിയാന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സർക്കാർ വന്ന് 1.5 മാസത്തിൽ എല്ലാം ശരിയാകുമെന്ന ധാരണയില്ല. 10 ലക്ഷം മത്സ്യത്തൊഴിലാളികളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും കടലിൽ പോകാനാകാത്ത അവസ്ഥയും ജീവിതം ദുരിതമാക്കുന്നു. കേന്ദ്ര വിഹിതം ഒരു കാലത്തും സമയത്ത് കിട്ടിയിട്ടില്ല. അത് നേരത്തെ തന്നെ സംസ്ഥാനം നൽകുകയാണ് പതിവ്. കഴിഞ്ഞ 5 വർഷവും അതുതന്നെയാണ് ചെയ്തതെന്ന് സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടി. മത്സ്യത്തൊഴിലാളികൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴി സഹായവും സൗജന്യ റേഷനും നൽകാറുണ്ടെന്ന് ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ മറുപടി നൽകി. ആദ്യ ഗഡു 1500 രൂപ 3 ജില്ലകളിൽ നൽകി. ബാക്കിയിടങ്ങളിൽ അധികം വൈകാതെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആദ്യ ഗഡു നൽകാറുള്ളത്. 2ാം ഗഡു കേന്ദ്ര സഹായമാണ്. അത് കിട്ടാനുള്ള നടപടി തുടങ്ങിയെന്നും മന്ത്രി വ്യക്തമാക്കി. ബജറ്റിൽ ഫിഷറീസിന് അധിക വിഹിതമാണ് നൽകിയതെന്ന് മുഖ്യമന്ത്രി വി.ടി. സതീശനും വിശദീകരിച്ചു. സർക്കാരിന്റെ മുൻഗണനകളിൽ ഒന്നാണ് തീരദേശ ജനത. കഴിഞ്ഞ സർക്കാർ കാലത്ത് 5000 കോടി പാക്കേജിൽ നാമമാത്രമാണ് ചെലവാക്കിയത്. 2000 കോടി ഓക്കി പാക്കേജിൽ 1 രൂപ നടപ്പാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സഹായം വൈകിയാൽ സംസ്ഥാനം നൽകുമെന്നും ഒരു ആശങ്കയ്ക്കും ഇടമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.